Hi students, MG University BCA first semester in Discrete Mathematics CBCS admission കഴിഞ്ഞ 3 വർഷം നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ ഈ BCA മാത്സ് എന്ന് പറയുന്നത് ആ 3 മോഡ്യൂൾ BSc മാത്തമാറ്റിക്സിന്റെ 3 മോഡ്യൂളും സെയിം ആണ്. അപ്പോൾ ഞാൻ ഓൾറെഡി BSc മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. തീർച്ചയായിട്ടും BCAക്കാർ അതുകൂടെ നോക്കണം. കാരണം ലോജിക്, സെറ്റ്, റിലേഷൻ ഈ 3 മോഡ്യൂൾ അവിടെയുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് തന്നെ BCAക്കും ചോദിക്കാം. അപ്പോൾ അതുകൂടെ നിങ്ങൾ റെഫർ ചെയ്യണം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. 2017 അഡ്മിഷൻ്റെ 2018 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നടന്ന ഫസ്റ്റ് സെം പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാർട്ട് എ, ഡിഫൈൻ കൺജഷൻ ആൻഡ് ഡിസ്റ്റൻഷൻ. അപ്പോൾ അത് നിങ്ങൾ പഠിക്കണം. ആൻഡ് ഓർ, പി ആൻഡ് ക്യൂ, പി ഓർ ക്യൂ, അതിൻ്റെ മീനിങ് എന്താണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ നെഗേഷൻ ഓഫ് ദ പ്രൊപ്പോസിഷൻ ടുഡേ ഈസ് തേഴ്സ്ഡേ. അപ്പോൾ നമുക്ക് നെഗേഷന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് തന്നേക്കുന്ന സെൻറ്റൻസ് എഴുതിയാൽ മതി. ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് ടുഡേ ഈസ് തേഴ്സ്ഡേ. യൂസ് ട്രൂത്ത് ടേബിൾ ടു വെരിഫൈ. നമ്മുടെ കമ്മ്യൂട്ടേറ്റീവ് ലോ അത് വെരിഫൈ ചെയ്യാനാണ് ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ച്. അപ്പോൾ എന്താണ്, പി, ക്യൂ, പി ഓർ ക്യൂ, ക്യൂ ഓർ പി രണ്ടും സെയിം ആണ്. അങ്ങനെ നിങ്ങൾക്കത് ചെയ്യും. ഇവിടെ ഒരു പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. നെക്സ്റ്റ്, ഡിഫൈൻ സെറ്റ്, ഗീവ് വൺ എക്സാമ്പിൾ ഓഫ് സെറ്റ്. ഇപ്പോൾ സെറ്റ് എന്താണ്? ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. എൻ്റെ എക്സാമ്പിൾ എന്തോ സെറ്റ് 1 2 3 എന്തെങ്കിലുമൊക്കെ. ഇനി എ എന്ന് പറഞ്ഞ ഒരു സെറ്റ് തന്നിട്ടുണ്ട്, ബി എന്ന് പറഞ്ഞ ഒരു സെറ്റ് തന്നിട്ടുണ്ട്. ഫൈൻഡ് എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. അത് ചെയ്യണമെങ്കിൽ നമുക്ക് യു എന്ന് പറഞ്ഞ യൂണിവേഴ്സൽ സെറ്റ് തരണം. ഇവിടെ തന്നിട്ടില്ല. അപ്പോൾ ആ ക്വസ്റ്റ്യനൊക്കെ ഇനി അറ്റംപ്റ്റ് ചെയ്താൽ ഫുൾ മാർക്ക് കിട്ടുന്നതാണ്. നെക്സ്റ്റ്, റൈറ്റ് ദ ഫോളോയിങ് സെറ്റ് ഇൻ സെറ്റ് ബിൽഡർ ഫോം. എ ഈക്വൽ സെറ്റ് 1 8 24 64. അപ്പോൾ ഇതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് നോക്കുക, ഈ സെറ്റുകൾക്ക് എന്തെങ്കിലും. അതേപോലെ തന്നെ ബി എന്ന് പറയുന്നത് സെറ്റ് 0 3 6 9. അത് നിങ്ങൾക്ക് പെട്ടെന്ന് പറയാം എന്താ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ആൻഡ് എക്സ് ഈസ് എ നോൺ നെഗറ്റീവ് ഇൻറ്റിജർ. അങ്ങനെ നിങ്ങൾക്കത് പറയാം. ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ യഥാർത്ഥത്തിൽ അതും മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. 1 8 27 64 ആവേണ്ടത്. കാരണം 1 ക്യൂബ് 2 ക്യൂബ് 3 ക്യൂബ് 4 ക്യൂബ് അങ്ങനെയാണ് വരേണ്ടത്. ഇവിടെ 27 വരും, 24 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെന്തോ അങ്ങനെ ആയിരുന്നെങ്കിൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പെർഫെക്റ്റ് ക്യൂബ്, എക്സ് ഈക്വൽ ടു 1 2 3 4. ഇനി വാട്ട് ഈസ് എ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്. എന്താണത്? ഒരു nth ഡിഗ്രി പോളിനോമിൽ n റൂട്ട് കാണും. അത് നിങ്ങളെ പഠിപ്പിച്ച രീതിയിൽ ചെയ്യുക. ഇനി വാട്ട് ഈസ് എ കോഷ്യൻ്റ് ആൻഡ് റിമൈൻഡർ വെൻ 101 ഈസ് ഡിവൈഡഡ് ബൈ 11. അപ്പോൾ 101 ഡിവൈഡ് ബൈ 11 ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കോഷ്യൻ്റ് 9 എന്നും റിമൈൻഡർ 2 എന്നും കിട്ടും. ഫൈൻഡ് ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 7007. അത് നിങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ്, 7 × 1001 എന്ന് കിട്ടും. അപ്പോൾ അത് ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഡിഫൈൻ എ ലാറ്റിസ്. ലാറ്റിസ് എന്താണെന്ന് എഴുതുക. ഈസ് ദ ഡിവൈഡ്സ് റിലേഷൻ ഓഫ് ഓൺ ദ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് റിഫ്ലക്സീവ്. എന്നാൽ ഒരു നമ്പർ അതിനെ തന്നെ ഡിവൈഡ് ചെയ്യുമല്ലോ. അപ്പോൾ എന്താ, അത് റിഫ്ലക്സീവ് ആണ്. പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ 0 ഡിവൈഡ് 0 അതില്ല. ഇവിടെ പോസിറ്റീവ് ഇൻറ്റിജേഴ്സേ ഉള്ളൂ. അപ്പോൾ അത് ശരിയാണ്. ഇനി ഇവിടെ 2 റിലേഷൻ തന്നിട്ടുണ്ട്, R1ഉം R2ഉം. R1 മൈനസ് R2ഉം R2 മൈനസ് R1ഉം കണ്ടുപിടിക്കാനാണ്. സെറ്റിൻ്റെ ഡിഫറൻസ് ഒക്കെ നിങ്ങളത് പഠിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് എ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. കൺസ്ട്രക്ട് ദ ട്രൂത്ത് ടേബിൾ ഓഫ് പി എക്സ്ക്ലൂസീവ് ഓർ ഓഫ് പി ഓർ ക്യൂ. അത് നിങ്ങൾക്ക് ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ച് വരയ്ക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഷുവറായിട്ട് ചോദിക്കുന്നതാണ്, ട്രൂത്ത് ടേബിൾ വരയ്ക്കാൻ ചോദിക്കും. അപ്പോൾ അത് നിങ്ങൾ വൃത്തിക്ക് പഠിക്കുക. ആൻഡ്, ഓർ, എക്സ്ക്ലൂസീവ് ഓർ, നെഗേഷന്, ഈഫ് ആൻഡ് ഓൾ ഈഫ് ഒക്കെ. അടുത്തതെന്ന് വെച്ചാൽ പ്രൂവ് പി ആൻഡ് ക്യൂ ഇംപ്ലൈസ് പി ഓർ ക്യൂ ഈസ് എ ടോട്ടോളജി. ടോട്ടോളജി എന്ന് വെച്ചാൽ എന്ത്, പി ആൻഡ് ക്യൂവിൻ്റെ ട്രൂത്ത് ടേബിളും പി ഓർ ക്യൂവിൻ്റെ ട്രൂത്ത് ടേബിളും ലുക്സ് എലൈക്ക് ആണെങ്കിൽ നമ്മൾ പറയും ടോട്ടോളജി ആണെന്ന്. ഇനി ഡിഫൈൻ യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ, ഗീവ് എക്സാമ്പിൾ. അപ്പോൾ യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ ഉണ്ട്, എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ ഉണ്ട്. അതിൻ്റെ എക്സാമ്പിളൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക.
കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് ടു സെറ്റിൻ്റെ ഡെഫിനേഷനും ഇനി എയും ബിയും തന്നിട്ടുണ്ട്. എ ക്രോസ് ബി കണ്ടുപിടിക്കാൻ ഈസി ക്വസ്റ്റ്യൻ ആണ്, അത് പഠിച്ചു വെക്കുക. ഡിസ്റ്റിങ്ക്യൂഷ് ബിറ്റ്വീൻ 1-to-1 ആൻഡ് ഓൺ-ടു ഫംഗ്ഷൻ. അപ്പം 1-1 ഫംഗ്ഷനും ഓൺ-ടു ഫംഗ്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പം നിങ്ങൾ ഫംഗ്ഷൻ എന്താണ്, 1-1 ഫംഗ്ഷൻ എന്താണ്, ഓൺ-ടു ഫംഗ്ഷൻ എന്താണ്, ബൈജക്റ്റീവ്, ഇൻജക്റ്റീവ്, സർജക്റ്റീവ്, റിലേഷനകത്താണെങ്കിൽ റിഫ്ലക്സീവ്, ട്രാൻസിറ്റീവ്, സിമെട്രിക്, ആൻറ്റി സിമെട്രിക്, ഇക്വലൻസ് റിലേഷന്, ലാറ്റിസ്, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അത് പഠിക്കാനുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെ ഡെഫിനേഷൻസ് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. നെക്സ്റ്റ് ഫൈൻഡ് സിഗ്മ k = 50 to 100 k². അപ്പോൾ എന്താ, സിഗ്മ k = 1 to 100 k² കണ്ടുപിടിക്കുക. സിഗ്മ k = 1 to 49 k² കണ്ടുപിടിക്കുക. രണ്ടും കൂടെ മൈനസ് ചെയ്യുക. എന്താണ് ആദ്യത്തെ n സ്ക്വയർ നമ്പേഴ്സിൻ്റെ സം എന്താണ്? n × n+1 × 2n+1/6. നിങ്ങൾ പഠിക്കുന്നതല്ലേ, അങ്ങനെ അത് ചെയ്യാം. ഫൈൻഡ് a ഡിവൈഡ് m ആൻഡ് a mod m when a = 228 and m = 119, a = 9009, m = 223. അപ്പോൾ അതിൻ്റെ മോഡുലസ്, അതായത് എനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് a mod m. ഇനി അത് ഡിവൈഡ് ചെയ്യാനാണ് a ഡിവൈഡ്. നെക്സ്റ്റ് ഗീവ് ആൻ എക്സാമ്പിൾ ഓഫ് പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫി. അപ്പോൾ ക്രിപ്റ്റോഗ്രഫിക്കകത്തെ ടൈപ്സ് ഓഫ് ക്രിപ്റ്റോഗ്രഫീസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ സീസർ, സിഫർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് പഠിക്കുക. ഡിഫൈൻ ലീനിയർ കോൺഗ്രുവൻസ്, അതിൻ്റെ ഡെഫിനേഷൻ പഠിക്കുക. ലിസ്റ്റ് ദ ഓർഡേർഡ് പെയർസ് ഇൻ ദ റിലേഷൻ R ഫ്രം A = set 0, 1, 2, 3, 4 to 0, 1, 2, 3 where AB element of R if and only if ഒന്നാമത്തെ A = B, രണ്ടാമത്തെ A > B. അപ്പോൾ അത് നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ഡിഫൈൻ പാർട്ടീഷൻ ഓഫ് എ സെറ്റ്. വാട്ട് യു മീൻ ബൈ ഹസേർഡ് ഡയഗ്രാം ഓഫ് എ പാർഷ്യൽ ഓർഡർ. അപ്പോൾ നിങ്ങൾക്ക് ഇത് സെറ്റ്, റിലേഷന്, ലോജിക്ക്, ഈ 3 മോഡ്യൂളിൻ്റെ യൂട്യൂബ് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടു കാണും. ഞാൻ വേണമെങ്കിൽ അതുകൂടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾ അതുകൂടെ പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് എ നോക്കുക. കൺജൻഷനും ഡിസ്റ്റൻഷനും ഡെഫിനേഷന്, യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ, എക്സാമ്പിൾ, മോഡസ് പോണൻസ് റൂള്. അപ്പോൾ മോഡസ് പോണൻസ് ഉണ്ട്, മോഡസ് ടോളൻസ് ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ടല്ലോ, ആ റൂളുകൾ ശരിക്കും പഠിക്കുക. ഇനി സെറ്റ് ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് പ്രൂവ് ദാറ്റ് A union of B intersection C the whole complement is equal to C complement union B complement intersection A complement. അപ്പോൾ സെറ്റ് ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് കണ്ടുപിടിക്കാനാണ്. ഇനി അടുത്ത AI എന്ന് പറയുന്നത് സെറ്റ് I+1, I+2 എക്സെട്ര. അപ്പോൾ A1 എന്തുവാ, സെറ്റ് 1, 2, 3. A2 എന്താ, സെറ്റ് 2, 3, 4. A3 എന്തുവാ, സെറ്റ് 3, 4, 5. അപ്പോൾ അതിൻ്റെ യൂണിയനും അതിൻ്റെ ഇൻ്റർസെക്ഷൻ, യൂണിയൻ എന്തോ 1 to n, ഇൻ്റർസെക്ഷൻ എന്തോ 1 to n. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഹൗ ക്യാൻ വി പ്രൊഡ്യൂസ് ദ ടേംസ് ഓഫ് എ സീക്വൻസ് 5, 11, 12, 23, 29, 35 എക്സെട്ര. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാകുന്നത്? ഓരോ ടേമിൻ്റെ കൂടെ 6 ആഡ് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്. ഇനി ഇവാലുവേറ്റ് 13 mod 3 ആൻഡ് -97 mod 11. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് ചോദിച്ചേക്കുന്നത്. ഇനി ഫണ്ടമെൻ്റൽ തിയറി ഓഫ് അരിത്തമെറ്റിക്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, പ്രൈം ഫാക്ടറൈസേഷൻ്റെ ഒരു എക്സാമ്പിൾ, ഫെർമാറ്റ്സ് ലിറ്റ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, നമ്പർ തിയറിക്കകത്ത് കുറേ തിയറംസ് ഇല്ലേ, സ്റ്റേറ്റ്മെൻറ്റ്, അത് പഠിക്കുക. ഇനി റിലേഷൻ്റെ ഡെഫിനിഷന് ഒരു എക്സാമ്പിൾ. ഇനി ഒരു മെട്രിക്സ് നോക്കിയിട്ട് എങ്ങനെ അത് എസമെട്രിക് ആണെന്ന് പറയാം. പിന്നെ A തന്നിട്ടുണ്ട്, A1 തന്നിട്ടുണ്ട്, A2 തന്നിട്ടുണ്ട്, A3 തന്നിട്ടുണ്ട്. അതിൽ A1, A2, A3 പാർട്ടീഷൻ ആണോ എന്ന്. പാർട്ടീഷൻ ആകണമെങ്കിൽ എന്താ, ഇതിനകത്ത് കോമൺ ഒന്നും കാണരുത്. ഇതിൻ്റെ യൂണിയൻ ചെയ്യുമ്പോൾ ഈ മൊത്തം കിട്ടണം. ഇവിടെ എന്തോരെ 5 കോമൺ വന്നു, അപ്പോൾ അവിടെ പ്രശ്നം ഉണ്ടായി. ഓക്കെ, നമുക്കിനി പാർട്ട് ബിയിലെ നോക്കാം. പാർട്ട് ബി, ഷോ ദാറ്റ് ദിസ് ഈസ് ലോജിക്കലി ഈക്വലൻ്റ് ആണോന്ന്. അതേപോലെ തന്നെ അടുത്തത് ലോജിക്കലി ഈക്വലൻറ്റിൻ്റെ ആണ്. നെക്സ്റ്റ്, ഷോ ദാറ്റ് ദ പ്രിമൈസസ് എ സ്റ്റുഡൻറ്റ് ഇൻ ദിസ് ക്ലാസ് ഹാസ് നോട്ട് റീഡ് ദ ബുക്ക് and everyone in this class passed the first exam imply the conclusion someone who passed the first exam has not read the first book. അപ്പോൾ അവിടെ പിയും ക്യൂവും വെച്ച് നിങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി അത് കൺക്ലൂഷൻ, ഹൈപ്പോത്തസിസ് കൺക്ലൂഷൻ വെച്ച് നിങ്ങൾക്കത് ചെയ്യാം. യൂസിങ് സെറ്റ് ബിൽഡർ നൊട്ടേഷൻ ആൻഡ് ലോജിക്കൽ ഇക്വലൻസസ് ടു എസ്റ്റാബ്ലിഷ് ഡി മോർഗൻസ് ലോ. അപ്പോൾ ഡി മോർഗൻസ് ലോ ഇതിൻ്റെ സെറ്റ് ബിൽഡർ നൊട്ടേഷൻ ഉപയോഗിച്ചും ലോജിക്കൽ ഇക്വലൻസ് ഉപയോഗിച്ചും കണ്ടുപിടിക്കാനാണ്.
Show that the set of all even positive integers is a countable set. Prime number എന്താണ്, കോമ്പസിറ്റ് നമ്പർ എന്നാണ്. പ്രൂവ് ദാറ്റ് ദർ ആർ ഇൻഫിനിറ്റ്ലി മെനി പ്രൈംസ്. അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. Let m be a positive integer, then prove that the integers a and b are congruent mod m if and only if there is an integer k such that a equal to b plus km. അത് ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഡിവൈഡ്സ് എന്ന് പറയുന്നത് ഇക്വലൻസ് റിലേഷൻ അല്ല എന്ന് കാണിക്കും. കാരണം അവിടെ സിമെട്രി നഷ്ടപ്പെടും. എന്ന് വെച്ചാൽ എ ഡിവൈഡ്സ് ബി ആണെന്ന് കരുതി ബി ഡിവൈഡ്സ് എ ആണോന്നില്ല. കാരണം 2 divides 4 ആണ്, പക്ഷെ 4 divides 2 അല്ല. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ചിലപ്പോൾ SIക്കും ചോദിക്കാം. ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഓൺ എ സെറ്റ് എ ഈസ് ട്രാൻസിറ്റീവ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആർ പവർ n സബ്സെറ്റ് ഓഫ് ആർ ഫോർ n ഈക്വൽ 1 2 3 എക്സെട്ര. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് ബി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ക്വാണ്ടിഫയർ ഉപയോഗിച്ച് നോട്ട് ലോജിക്കൽ ഈക്വലൻ്റ് ആണെന്ന് കാണിക്കാനുള്ളത്. ഷോ ദാറ്റ് ദെയർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് ആൻഡ് ക്യൂ ഓഫ് എക്സ് and there exists x p of x and there exists x q of x are not logically equivalent. ഇനി hypothetical syllogism state and prove ചെയ്യാൻ പിന്നെ show that the premises everyone in this discrete mathematics class has taken a course in computer science and Maria is a student in this class imply the conclusion Maria has taken a course in computer science. അപ്പോൾ p q വെച്ച് നിങ്ങൾക്ക് അത് ചെയ്യാം. ഇനി എ ഐ എന്ന് പറയുന്ന സെറ്റ് ക്ലോസ് ഇൻ്റർവൽ മൈനസ് ഐ ആണ്. അങ്ങനെയാണെങ്കിൽ എ യൂണിയനും ഇൻ്റർസെക്ഷനും കണ്ടുപിടിക്കുക. അപ്പോൾ A1 എന്താ, A2 എന്താ, A3 എന്താ നിങ്ങൾ ജസ്റ്റ് എഴുതിയിട്ട് അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ കിട്ടും. ഡിസ്പ്ലേ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു എക്സ് സ്ക്വയർ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് ടു സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്. അത് ജസ്റ്റ് എന്താ എക്സിന് 1 കൊടുക്കുക, 1 2 കൊടുക്കുമ്പോൾ 4 -1 കൊടുക്കുമ്പോൾ 1 -2 കൊടുക്കുമ്പോൾ 4 എന്നിട്ട് അത് വരയ്ക്കുക. Let m be a positive integer if a congruent to b mod m and c congruent to d mod m, then a plus c congruent to b plus d mod m. അത് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി പ്രൈം ആൻഡ് കോമ്പസിറ്റ് നമ്പർ എഴുതാൻ അതിൻ്റെ എക്സാമ്പിൾസ് ഇത് ഇവിടെ 10 ഫാക്ടോറിയൽ ആണെന്ന് തോന്നുന്നു. 101 ആണോ 10 ഫാക്ടോറിയൽ ആണോ മിസ്റ്റേക്ക് ഉണ്ട്. അത് നിങ്ങൾ എന്ത് എഴുതിയാലും നിങ്ങൾക്ക് അത് മാർക്ക് കിട്ടേണ്ടതാണ്, കാരണം ക്വസ്റ്റ്യൻ പേപ്പറിലെ മിസ്റ്റേക്കാണ്. നെക്സ്റ്റ് ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, കറസ്പോണ്ടിങ് റിലേഷൻ. ആ റിലേഷൻ റിഫ്ലക്സീവ് ആണോ സിമെട്രിക് ആണോ ആൻറ്റി സിമെട്രിക് ആണോ നോക്കുക. റിഫ്ലക്സീവ് ആണെങ്കിൽ ഡയഗണലെല്ലാം 1 വരണം, വന്നിട്ടുണ്ട്. സിമെട്രിക് ആണെങ്കിൽ ഇതൊരു സിമെട്രിക് മെട്രിക്സ് ആണ്, ഇവിടെ 0 ഇവിടെ 1, അപ്പോൾ ഇത് സിമെട്രിക് അല്ല. പിന്നെ ആൻറ്റി സിമെട്രിക് ആ കാര്യങ്ങൾ. Show that the relation are consisting of all pairs xy such that x and y are bit strings for which first bits as well as third bits are same in an equivalence relation. Next question paper le part B questions നമുക്ക് നോക്കാം. Define bit string and length of a bit string. Also find the length of this bit bitwise XOR of these two. വളരെ ഈസിയാണ്, നിങ്ങൾ പഠിച്ചാൽ മതി. അതേപോലെ തന്നെ ലോജിക്കലി ഈക്വലൻ്റ് കണ്ടുപിടിക്കാൻ ക്വാണ്ടിഫയർ ഉപയോഗിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നെക്സ്റ്റ് റൂൾസ് ഓഫ് ഇൻഫറൻസ് ഉപയോഗിച്ചിട്ട് ഹൈപ്പോത്തിസിസ് ശരിയാണോ നോക്കാം. രവി വർക്ക്സ് ഹാർഡ്. ഇഫ് രവി വർക്ക്സ് ഹാർഡ് ദെൻ ഹീ ഈസ് എ ഡൾ ബോയ്. ഇഫ് രവി ഈസ് എ ഡൾ ബോയ് ദെൻ ഹീ വിൽ നോട്ട് ഗെറ്റ് ദ ജോബ്. ഇംപ്ലൈ ദ കൺക്ലൂഷൻ രവി വിൽ നോട്ട് ഗെറ്റ് ദ ജോബ്. ഇനി ഡിഫൈൻ ബൈജക്റ്റീവ് ഫംഗ്ഷൻ വിത്ത് ആൻ എക്സാമ്പിൾ. ഞാൻ മുമ്പേ പറഞ്ഞു ബൈജക്റ്റീവ്, സർജക്റ്റീവ്, ഇൻജക്റ്റീവ്, ആ ഫംഗ്ഷൻ എന്താണ്, എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക. മുമ്പേ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ. ഇനി GCD കണ്ടുപിടിക്കുക. GCD LCM കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് വളരെ ഈസിയാണ്, നിങ്ങളൊന്ന് പഠിച്ചാൽ മതി. ആ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് അത് ചെയ്ത് ഫുൾ മാർക്ക് വാങ്ങിക്കാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് GCD LCM. വീണ്ടും GCD കണ്ടുപിടിക്കാൻ, എന്നിട്ട് ആ GCD ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ അത് വളരെ ഈസിയാണ്, നിങ്ങളെ ചെയ്യിപ്പിച്ചിട്ടുള്ളതായിരിക്കും. നിങ്ങൾ അതുപോലെ 2-3 ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് ലെറ്റ് R be a relation on a set of integers such that a related to b if and only if a equal to b or a equal minus b. Show that R is an equivalence relation. ഇനി ടോട്ടൽ ഓർഡറിങ് എന്താണ്, ടോട്ടൽ ഓർഡേർഡ് സെറ്റ് ടോ സെറ്റ് എന്താണ്, അതിൻ്റെ എക്സാമ്പിൾ എന്താണ്. ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ essay ക്വസ്റ്റ്യൻസ് നോക്കാം. ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ച് ഡിമോർഗൻസ് ലോ പ്രൂവ് ചെയ്യാൻ, അതേപോലെ തന്നെ ലോജിക്കൽ ഈക്വലൻ്റ് ആണെന്ന് കാണിക്കാൻ. എക്സ്പ്ലെയിൻ സെറ്റ് ആൻഡ് ഇറ്റ്സ് ഓപ്പറേഷൻസ് വിത്ത് എക്സാമ്പിൾസ്. എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെറ്റ്സ്, അതായത്
സെറ്റ് ഓപ്പറേഷൻ എന്ന് വെച്ചാൽ യൂണിയന്, ഇൻ്റർസെക്ഷന്, കോംപ്ലിമെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെറ്റ്സ്, നിങ്ങൾക്ക് അറിയാവുന്ന സെറ്റ്സുകൾ കുറച്ച് എഴുതുക. ചൈനീസ് റിമൈൻഡർ തിയറം, സ്റ്റേറ്റ്മെൻറ്റ് പ്രൂഫ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്ഐക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ഒരു റിലേഷൻ തന്നിട്ടുണ്ട് MR, അങ്ങനെയാണെങ്കിൽ R², R³, R⁴ കറസ്പോണ്ടിങ് മെട്രിക്സ് എഴുതുക. അതേപോലെ തന്നെ R എന്ന് പറഞ്ഞ ഒരു റിലേഷൻ എന്താണ്, സെറ്റ് ഓഫ് ഓൾ പീപ്പിൾ സച്ച് ദാറ്റ് X റിലേറ്റഡ് ടു Y ഇഫ് X ആൻഡ് Y ഓൾ പീപ്പിൾ ആൻഡ് X ഈസ് ഓർഡർ ദാൻ Y ഷോ ദാറ്റ് R ഈസ് നോട്ട് എ പാർഷ്യൽ ഓർഡറിങ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് C ക്വസ്റ്റ്യന് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ്റെ ഡെഫിനിഷന്, ട്രൂത്ത് ടേബിൾ ഓഫ് കൺജൻഷൻ ഡിസ്റ്റൻഷൻ അത് വരയ്ക്കാൻ, explain the term exclusive OR with the truth table, construct the truth table of inverse, converse, contrapositive. അതേപോലെ തന്നെ P and Q രണ്ട് പ്രൊപ്പോസിഷൻ തന്നിട്ടുണ്ട്. P എന്ന് പറയുന്നത് സ്വിമ്മിങ് അറ്റ് ദ ന്യൂ ജേഴ്സി ഷോർ ഈസ് അലൗഡ്. Q എന്ന് പറയുന്നത് ഷാർക്സ് ഹാസ് ബീൻ സ്പോട്ടഡ് നിയർ ദ ഷോർ. കൺസ്ട്രക്ട് ഫോളോയിങ് കോമ്പോസിറ്റ്. ദ നെഗേഷൻ P ഇംപ്ലൈസ് നെഗേഷൻ Q. ഇനി സീക്വൻസും സമ്മേഷനും എക്സ്പ്ലെയിൻ ചെയ്യാൻ, എക്സ്പ്ലെയിൻ സ്പെഷ്യൽ ഇൻറ്റിജർ സീക്വൻസസ് വിത്ത് എക്സാമ്പിൾസ്. അടുത്ത ക്വസ്റ്റ്യൻ പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റവും പ്രൈവറ്റ് കീ ക്രിപ്റ്റോ സിസ്റ്റവും അത് എക്സ്പ്ലെയിൻ ചെയ്ത് എക്സാമ്പിൾസ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ഈ മെട്രിക്സിൻ്റെ ആയിരിക്കും മിക്കവാറും. മെട്രിക്സ് തന്നിട്ടുണ്ട്, അപ്പം അതിൻ്റെ കോംപ്ലിമെൻറ്റ് R² എങ്ങനെ ആയിരിക്കും. ഇനി അതേപോലെ തന്നെ A എന്ന് പറഞ്ഞ സെറ്റ് 1 2 3, B സെറ്റ് 2 3 4 5 6, R1 തന്നിട്ടുണ്ട്, R2 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ R1 യൂണിയൻ R2, R1 ഇൻ്റർസെക്ഷൻ R2, R1 മൈനസ് R2 കണ്ടുപിടിക്കാൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് C നമുക്ക് നോക്കാം. ഡിസ്ട്രിബ്യൂട്ടീവ് ലോയും അസോസിയേറ്റീവ് ലോയും ലോജിക്കൽ ഇക്വലൻസിൻ്റെ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രൂഫും. ഇനി ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻ എന്താണെന്ന് എഴുതുക. 1 എന്താ, ഓൺ ടു എന്താ, 1 മറ്റേ പേരാണ് ഇൻജെക്ഷൻ, ഓൺ ടുവിൻ്റെ വേറൊരു പേരാണ് സർജക്ഷൻ, മെനി വൺ ഉണ്ട്, ബൈജക്ഷൻ ഉണ്ട്, അതൊക്കെ എന്താണ് അതിൻ്റെ എക്സാമ്പിൾസ്. ഇനി കൗണ്ടബിൾ സെറ്റ് എന്താണ് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ്, അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് വലിയൊരു എസ്സേ ആയിട്ട് എഴുതുക. അടുത്ത എൻക്രിപ്റ്റ് ദ മെസ്സേജ് വാച്ച് യുവർ സ്റ്റെപ്പ് ബൈ എൻക്രിപ്ഷൻ ഫംഗ്ഷൻ f of p equal p plus 14 mod 16 ഓൾസോ ബൈ സീസർ സിഫർ. ഇനി സീസർ സിഫർ ഉപയോഗിച്ച് എൻക്രിപ്റ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യന്, അപ്പോൾ സീസർ സിഫർ അയച്ച് എന്താ അത് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ഇനി ഞാൻ മുമ്പേ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ, R ട്രാൻസിറ്റീവ് ഇഫ് ആൻഡ് ഓൺലി R പവർ n സബ്സെറ്റ് ഓഫ് R, അത് മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ R തന്നിട്ടുണ്ട്, R പവർ n അതായത് R², R³, R⁴ ഒക്കെ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നല്ല വൃത്തിക്ക് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കുക. അതേപോലെ തന്നെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, BSc മാത്തമാറ്റിക്സിൻ്റെ ഫസ്റ്റ് സെമ്മും BCAയുടെ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൻ്റെ ഫസ്റ്റ് സെമ്മിലെയും 3 മോഡ്യൂൾ സെയിം ആണ്. അപ്പോൾ അവരുടെ ആ ക്വസ്റ്റ്യൻ പേപ്പറൂടെ നിങ്ങളൊന്ന് നോക്കുക. അവരുടെ ഇപ്പോൾ ഒരു പരീക്ഷ നടന്നു, ആ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇട്ടിട്ടില്ല, അത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ചോദിച്ച് നിങ്ങളത് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.